നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ തപസ് ഡ്രോൺ വ്യോമസേനയുടെ ഭാഗമാകുന്നു. അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ 10 തപസ് ഡ്രോണുകൾ വാങ്ങുവാനാണ് വ്യോമസേന കേന്ദ്ര സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. 10ൽ 6 ഡ്രോണുകൾ വ്യോമസേനയ്ക്കും 4 നാവികസേനയ്ക്കുമാണ്. ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിന്റെ ISTAR ആവശ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് DRDO തപസ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 28,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കുന്ന തപസ്സിന് നിർത്താതെ 18 മണിക്കൂർ വരെ പറക്കാനും ശേഷിയുണ്ട്. തപസ്സിന് സ്വയം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാനും സാധിക്കും. DRDO ആണ് തപസ് വികസിപ്പിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡുമാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. UAVക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ആധുനിക പ്രതിരോധ ഉപകരണങ്ങളും തപസ്സിലുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. പറക്കുന്നതിനിടെ പോർ വിമാനങ്ങളോ മറ്റോ അടുത്തെത്തിയാൽ അത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും തപസ്സിലുണ്ട്. ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. ഇന്ത്യൻ നാവികസേന സമുദ്ര മേഖലയിൽ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി തപസ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത കാലത്തായി ഇന്ത്യൻ എയർഫോഴ്സ് പ്രതിരോധ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാളായി ഉയർന്നു വരുന്നു. ഏകദേശം 1.6 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 180 LCA Mark 1A, 156 LCAH അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്ക് ഓർഡർ ലഭിച്ചു അല്ലെങ്കിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. തപസ് ഡ്രോണുകൾ ഇന്ത്യൻ പ്രതിരോധ സേന പരീക്ഷിച്ചിരുന്നു. പരീക്ഷണ വേളയിൽ 28,000 അടി ഉയരത്തിലെത്താനും 18 മണിക്കൂറിലധികം പറക്കാനും അവയ്ക്ക് കഴിഞ്ഞു. നിലവിൽ ഇസ്രായേലി സാങ്കേതിക വിദ്യയാണ് UAVയുടെ കാര്യത്തിൽ ഭാരതം ആശ്രയിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും ഹെറോൺ സെർച്ചർ ഡ്രോണുകൾ ഭാരതം ഇറക്കുമതി ചെയ്തിരുന്നു. തപസ് എത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഭാരതം സ്വയം പര്യാപ്തമാവുകയാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിൽ നിരീക്ഷണത്തിന് തപസ് ഉപയോഗിക്കാനാകും. ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ നിർമ്മിച്ച 1.6 ലക്ഷം കോടിയുടെ 180 LCA Mark 1A, 156 LCAH ആക്രമണ ചോപ്പേഴ്സ് എന്നിവ അടുത്തിടെ വ്യോമസേന വാങ്ങിയിരുന്നു. അതേസമയം സംവിധാനം കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള തപസ് പദ്ധതിയുമായി DRDO തുടരുകയാണ്. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ലബോറട്ടറി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തപസ് ഡ്രോണുകൾക്ക് 30,000 അടി ഉയരത്തിൽ തുടർച്ചയായി 24 മണിക്കൂറിലധികം പറക്കുന്നതിനുള്ള ജോയിന്റ് സർവീസ് ക്വാളിറ്റേറ്റീവ് ആവശ്യകതകൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിയാതെ മിഷൻ മോഡ് പദ്ധതികളുടെ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.